നമസ്കാരം. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്കയെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകൾക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് തിരക്കഥാകൃത്ത് എസ്.എൻ. സ്വാമി. അദ്ദേഹം മമ്മൂക്കയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊന്ന് നമുക്ക് കേട്ടു നോക്കാം. 40-ലധികം സിനിമകൾ മമ്മൂക്കയോടൊപ്പം ചെയ്തിട്ടുള്ള തനിക്ക് മമ്മൂക്കയുടെ സ്വഭാവം വ്യക്തമായി അറിയാമെന്നാണ്, അല്ലെങ്കിൽ നേരിട്ട് അറിയാമെന്നാണ് തിരക്കഥാകൃത്ത് എസ്.എൻ. സ്വാമി വ്യക്തമാക്കുന്നത്. നേരറിയാം CBA എന്ന തന്റെ സിനിമയിൽ കാപ്ര എന്ന കഥാപാത്രം തിലകനെ വിളിക്കണമെന്ന് പറഞ്ഞത് മമ്മൂക്കയാണ്. എന്നാൽ ആ സമയത്ത് തിലകന് സിനിമയിൽ വിലക്കുള്ള സമയമായതിനാൽ തനിക്കും കെ മധുവിനും അദ്ദേഹത്തിനെ വിളിക്കുന്നതിനെ കുറിച്ച് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എന്നാൽ തിലകൻ തന്നെ ആ ഒരു കഥാപാത്രം ചെയ്യണമെന്നും മമ്മൂട്ടി പറയുകയും താൻ തന്നെ വിളിക്കാമെന്ന് പറയുകയും ചെയ്തെന്നാണ് എസ്.എൻ. സ്വാമി അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കേട്ട് വേദന തോന്നിയിട്ട് കൊണ്ടാണ് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്ന് എസ്.എൻ. സ്വാമി മനോരമക്ക് നൽകിയ ഓൺലൈൻ ഇന്റർവ്യൂവിൽ വ്യക്തമാക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന മുതൽ കുറെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും കാണുന്നുണ്ട്. റിപ്പോർട്ട് വന്നതിനു ശേഷം പലരും തോന്നിയതുപോലെയാണ് മനസ്സിന്റെ താല്പര്യമനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ പല കഥകളും പറയുന്നുണ്ട്. അതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം മമ്മൂട്ടിയെ കുറിച്ച് വന്ന ചില ന്യൂസുകളാണ്. മമ്മൂട്ടി തിലകനെതിരെ പ്രവർത്തിച്ചുമെന്നും അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ അനുവദിച്ചിട്ടില്ലെന്നും പലരും പറയുന്നത് കേട്ടു. പക്ഷേ മമ്മൂട്ടിയെക്കുറിച്ച് വരുന്ന ആ ഒരു വാർത്തകൾ ശരിയല്ലെന്ന് കൃത്യമായി എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഞാനിപ്പോൾ തന്നെ തുറന്നു പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ വന്നപ്പോൾ പോലും ആരോപണങ്ങൾ പല നടന്മാർക്കെതിരെയും വന്നപ്പോഴും ആ ഒരു ആരോപണം എന്തായാലും മമ്മൂക്കക്ക് നേരെ വരില്ലെന്ന്, വരാൻ അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ മമ്മൂക്ക ഒരുക്കില്ലെന്നും അദ്ദേഹത്തിന്റെ ഹേറ്റേഴ്സിന് പോലും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നും മലയാളികളുടെ വെല്ലേട്ടനായി തുടരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.